പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും പ്രാരംഭമായി സ്നേഹവന്ദനവും മഹത്വവും ആശംസിക്കുകയാണ്. തിരുവെഴുത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചില വിഷയങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഈ പ്രാരംഭ സമയങ്ങൾ എടുക്കുകയാണ്. നമ്മളെല്ലാ പേരും സുവിശേഷം കേൾക്കുന്നവർ. എല്ലാ ഞായറാഴ്ചയും, എല്ലാ ദിവസവും, എല്ലാ മണിക്കൂറും ഒക്കെ ആൾക്കാർ സുവിശേഷം കേൾക്കാറുണ്ട്. എന്നാൽ ഈ സുവിശേഷത്തിന് ഇന്ന് വരെ ദൈവരാജ്യത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാനോ ഒരു മാറ്റം ഈ ഭൂമിക്കകത്ത് നടത്താനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അവർ കേട്ട സുവിശേഷം യഥാർത്ഥ സുവിശേഷമല്ല എന്നതാണ് സത്യം. ഞാനീ പറയുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായെന്നിരിക്കാം. പക്ഷെ സത്യം എപ്പോഴും യോശുവയും കാലേബിൻ്റെ കൂടെയായിരിക്കും. സത്യം യോശുവയും കാലേബിൻ്റെ ആത്മാവിൻ്റെ ആ പ്രവൃത്തി പോലെ. യോശുവയും കാലേബും വേറെ സ്വഭാവമുള്ളവർ. ഇത്രയും ജനക്കൂട്ടം ബഹളം വെച്ചപ്പോഴും യോശുവയും കാലേബും വേറെ ദൈവാത്മാവിൽ നിന്നവരാണ്. അവർക്കെതിരെ ഒരുപാട് വിമർശനങ്ങളുണ്ടാവും, കല്ലേറുകളുണ്ടാവും. പിന്നെ ജനം സത്യത്തെ തിരിച്ചറിയും. അതുപോലെ ഒരു വാക്യമാണ്, ഒരു കാര്യമാണ് സുവിശേഷം എന്നത്. സുവിശേഷം ഇന്ന് വരെ നമ്മൾ കേട്ടതല്ല സുവിശേഷം. നമ്മൾ കേട്ട സുവിശേഷം എന്താണ്? കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്ത് വീണ്ടും വരും എന്ന് കേട്ട സുവിശേഷം. ചിലർ പറയുന്നു യേശു ഭൂമിയിലോട്ട് വന്ന് അത്ഭുതങ്ങളെ ചെയ്തു, കർത്താവ് പ്രവാചകനാണ്, മിശിഹ എന്നൊക്കെ കേൾക്കുന്ന സുവിശേഷം വേറെ. എന്തോ ആകട്ടെ, സുവിശേഷം ഇതാണെന്ന് പറഞ്ഞ് ഉറച്ചിരിക്കുന്ന ഒരു വിഭാഗമാക്കുക. ലൂക്കോസ് സുവിശേഷം അവസാന അധ്യായം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിൽ നിന്നും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു. അതാണ് സുവിശേഷം. അവിടെ എന്താണ് സംസാരിച്ചതെന്നോ എന്താണ് പറയാൻ പോയതെന്നോ ഒന്നും അവിടെ വെളിപ്പെടുത്താത്തത് കൊണ്ട് കർത്താവിന് സ്തോത്രം. കാരണം വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ അതിനെയും തിരിച്ചു മറിച്ചേനെ. നമ്മൾ സുവിശേഷം എന്ന സംഭവം യഥാർത്ഥമായി കേട്ടാൽ നമ്മുടെ ജീവിതം മുഴുവനും ചേഞ്ചാവും. അങ്ങനെ ചേഞ്ചാക്കാത്തത് ഒരു സുവിശേഷമല്ല. അങ്ങനെ ചേഞ്ചാക്കാത്തത് മതത്തിൻ്റെ ശബ്ദമാണ്. ഞാനൊരു വാക്യം, നിങ്ങളുടെ ബൈബിളുള്ള നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും മൊബൈൽസ് ഉണ്ട്, എല്ലാവരുടെ കയ്യിലും ബൈബിളുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്ന, അത് ക്രിസ്ത്യാനിയാകട്ടെ, ക്രിസ്ത്യാനി അല്ലാത്തവരാകട്ടെ, ഞാൻ ഈ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. നമ്മുടെ യുക്തിബോധത്തിൽ നിന്നൊരു വാക്യം നമുക്ക് ആ രീതിയിൽ ചിന്തിക്കാം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വായിച്ചു നോക്കുക. ആ വാക്യം, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന എൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും എന്നതാണ് ആ വാക്യം. ഈ വാക്യം വായിച്ചിട്ട് നിങ്ങൾക്കൊന്നും കത്തിയില്ല. കാരണം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പഴയ കമ്പ്യൂട്ടറിൻ്റെ ഹിസ്റ്ററി മാറ്റിയാലേ നിങ്ങൾക്ക് വ്യക്തമായിട്ട് സുവിശേഷം എന്താണെന്ന് അറിയാൻ പറ്റും. പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ഒരു വേർഡാണിത്. ഇതാണ് സുവിശേഷം. ഇതിനെ ബേസ് ചെയ്താണ് പുതിയ നിയമ സുവിശേഷം മൊത്തം ഓടുന്നത്. എന്താണ് ആ വാക്യം? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. യേശുവിനെ, ആ വാക്യത്തിന് അണ്ടർലൈൻ ഇടുക, വരയിടുക. യേശുവിനെ, പോരാ, യേശുവാണ്. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്. അതായത് ആത്മാവ്, അതാണ് ദൈവാത്മാവാണ്. ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, അപ്പോൾ അതുവരെ വസിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. വസിക്കുന്നു എങ്കിൽ അടുത്ത വാക്ക് എഴുതിയിരിക്കുന്ന യേശുവിനെ എന്നല്ല. നിങ്ങൾ വായിക്കുമ്പോൾ അറിയാം, ക്രിസ്തുവേശുവിനെ എന്ന് പറഞ്ഞാൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ഒരു
യേശുവുണ്ട്. ആ യേശുവിനെ പറയാണ് യേശു ക്രിസ്തു എന്നല്ല, ക്രിസ്തു യേശു എന്നാണ് പറയുന്നത്. ബൈബിളിൽ യേശു ക്രിസ്തുവിനെ പല പേരിൽ പൗലോസ് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഈ സുവിശേഷം നിറഞ്ഞിരിക്കുന്ന ഈ വാക്യം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങൾ ക്രിസ്തു യേശുവിൻ്റെ രൂപഭാവമുള്ളവരാണ്. ക്രിസ്തു യേശു എന്ന പൊസിഷനിലേക്ക് നിങ്ങൾ വരും. അത് കഴിഞ്ഞെഴുതിയിരിക്കുന്നു, മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ നോർമൽ ഒരു മാനായിരുന്നു, ദൈവത്തിൻ്റെ വേർഡിൽ ജീവിച്ച് ദൈവത്തിൻ്റെ വേർഡിൽ ലൈഫ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന വേറൊരു ആത്മാവുള്ള മനുഷ്യരാണ് നിങ്ങൾ. ഉയർപ്പിൻ്റെ ആത്മാവിനെയാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ലോകത്തിലെല്ലാ വ്യക്തികളും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉയർപ്പിൻ്റെ അനോയിൻറ്റ്മെൻറ്റ്, ഉയർപ്പിൻ്റെ ശക്തി, പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ് അവർ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഹോൾഡ് ചെയ്തിരിക്കുന്നിടത്തോളം കാലം അവർ ക്രിസ്തു യേശുവിൻ്റെ രൂപഭാവത്തിലാണ്. ഉയർത്തെഴുന്നേൽക്കപ്പെട്ട യേശു ക്രിസ്തു ഇരിക്കുന്ന രൂപഭാവത്തിലാണ് ദൈവത്തിൻ്റെ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ, ഇതാണ് സുവിശേഷത്തിൻ്റെ കാതൽ, രൂപവും ഭാവവും, അല്ലെങ്കിൽ ആ ആത്മാവ് തൻ്റെ ഉള്ളിൽ, ദൈവാത്മാവ് തൻ്റെ മേൽ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു ബോധം കൺഫസ് ചെയ്താൽ, ഈ വാക്യം നിങ്ങൾ കൺഫസ് ചെയ്യുകയാണെങ്കിൽ 100% നിങ്ങൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ആയി പോകും. പാസ്റ്റർ ക്രിസ് ഒയാക്കോമെ എന്നൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ അദ്ദേഹം ഒരുപാട് വർഷങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ ഈ ഒരേ വാക്യം തന്നെ താൻ ഈ ഒരു തിരുവെഴുത്ത് എന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ സഭ മൊത്തം ആ ഒരു സ്റ്റാൻഡേർഡിൽ ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ നമ്മൾ ആ വിഷയത്തിൽ കേട്ട് നമ്മൾ അത് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കും. പിന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതായി മാറാൻ തുടങ്ങും. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ സഭ മുഴുവൻ, ആ കൂട്ടായ്മ മുഴുവനും ഈ വേർഡിലായിട്ട് ട്രാൻസ്ഫർ ആവാൻ തുടങ്ങി. ഒരു ദിവസം ഒരു ആംബുലൻസ് എൻ്റെ ചർച്ചിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരൻ്റെ ആകസ്മികമായ മരണം കാരണം സഭയിൽ അന്ന് ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വിശ്വാസത്തോടെ ഒരു വാക്യം ഉരുവിട്ടുകൊണ്ട് വരികയാണ്. അവർക്ക് വിശ്വാസത്താൽ തങ്ങളുടെ മരിച്ചു പോയവരെ തിരിച്ചു കിട്ടിയെന്നൊരു വാക്യം താൻ അതിനകത്ത് കൊണ്ടുവന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ വാക്യം അന്ന് വീണ്ടും ലാസ്റ്റ് ദിവസം ശുശ്രൂഷിക്കുകയാണ്. അവർ കൺഫസ് ചെയ്യുകയാണ്. കൺഫസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ മരിച്ച ആളെ ആരും തൊട്ടില്ല, ആരും സംസാരിച്ചില്ല, ആരും ചെന്ന് എഴുന്നേറ്റുവാന്നോ വീഡിയോ എടുത്തില്ല, ഒന്നും ചെയ്തില്ല. അദ്ദേഹം ചാടി എഴുന്നേറ്റു, അവിടെ ഇരുന്ന് എല്ലാവരും നോക്കി. ഉയർപ്പിൻ്റെ ശക്തിയുടെ സുവിശേഷമാണ് സുവിശേഷം. അല്ല നിങ്ങൾ പറയുന്ന, നിങ്ങൾക്ക് തോന്നിയ സുവിശേഷമല്ല സുവിശേഷം. യേശുക്രിസ്തു നിമിത്തം പൗലോസ് എഴുതി വെച്ച ഒരു സുവിശേഷത്തിനകത്ത് ജീവൻ്റെ വചസ്സുണ്ട്. എന്ന് പറഞ്ഞാൽ യേശു എന്ന പൊസിഷനിലിരുന്ന നിന്നെ ക്രിസ്തുവേശു ആക്കിയത്, അല്ലെങ്കിൽ യേശു എന്നിരുന്ന പൊസിഷനിലിരുന്ന നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ക്രിസ്തുവിൻ്റെ ആത്മാവ്, ഉയർപ്പിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ആത്മാവായി നിറഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ ഉള്ള ജീവനെ, ആ ജീവനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം എടുക്കുന്നൊരു എഫേർട്ടുണ്ട്. അതാണ് ഫെയ്ത്ത്, കൺഫെഷൻ ഫെയ്ത്ത്. ഈ വാക്യം നിങ്ങൾ സ്ഥിരമായി ഉരുവിട്ട് നിങ്ങൾ കൺഫസ് ചെയ്തുകൊണ്ടിരുന്നാൽ 100% നിങ്ങളുടെ ലൈഫിനകത്ത് ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. ഈ ബൈബിളിനകത്തുള്ള വേർഡ് കൺഫസ് ചെയ്യാനുള്ളതാണ്, അല്ലാതെ നിങ്ങൾക്ക് വായിച്ചു കളയാനുള്ളതല്ല. ബൈബിളിനകത്തുള്ള കർത്താവ് പറഞ്ഞ സുവിശേഷവും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ മർമ്മങ്ങളും നിങ്ങൾക്ക് തിരുവെഴുത്തിൽ കൂടി വാക്യം പ്രസംഗിക്കാനോ പറയാനോ ഉള്ളതല്ല, അത് കൺഫസ് ചെയ്യാനുള്ളതാണ്. ഞാൻ രാജാവാണ്, ഞാൻ പുരോഹിതനാണെന്നൊരു മനുഷ്യൻ കൺഫസ് ചെയ്തുകൊണ്ടിരുന്നാൽ അവൻ്റെ മുമ്പിലുള്ള പ്രതികൂലങ്ങൾ മുട്ടുകുത്തും. കാരണം രാജാവിൻ്റെ മുമ്പിൽ ആരും നിവർന്ന് നിൽക്കുകയില്ല. ഞാൻ പുരോഹിതനാണെന്ന് പറഞ്ഞാൽ രോഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തും. ഞാൻ ആ വാക്യം
ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ ഈ ചെറിയ ഷോർട്ട് മെസ്സേജ് ആയിട്ട് ഞാൻ തരികയാണ്. ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളെ വസിക്കുന്നു എങ്കിൽ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്, റിസ്ട്രക്റ്റിംഗ് മോഡ് സ്പിരിറ്റ്. നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിലൊരു യോശുവയും കാലേബുമുണ്ട്. 11 ഒറ്റുകാരുടെ കൂടെ അല്ലെങ്കിൽ ദേശം നോക്കാൻ വേണ്ടി മോശ അയച്ചവരുടെ കൂട്ടത്തിൽ യോശുവയും കാലേബുമുണ്ട്. ഈ മൂപ്പന്മാരെല്ലാം പോയതിൻ്റെ കൂട്ടത്തിൽ അവർ പലതും അവിടുത്തെ വലിയ വലിയ കാര്യങ്ങളും നടക്കാൻ പറ്റാത്ത കാര്യങ്ങളും ഇനി സാധിക്കത്തില്ലെന്നൊക്കെ പറയുമ്പോൾ യോശുവയും കാലേബും പറഞ്ഞു, ഇല്ല, ദൈവം നമ്മളോട് പറഞ്ഞു അത് തരുമെന്ന്. ആ ദൈവം അത് തന്നിരിക്കും. ഞാൻ അവിടെയുള്ള മനുഷ്യരെ വെട്ടുക്കിളികളെ പോലെയാണ് കണ്ടത് എന്ന് പറഞ്ഞ് ഒരു ടീം പറയുമ്പോൾ, അവിടുത്തെ ഉള്ള മനുഷ്യർ അവരെ നോക്കിയപ്പോൾ ഞങ്ങളെ വെട്ടുക്കിളികളെ പോലെ തോന്നി എന്ന് പറഞ്ഞ ഒരു ടീം പറയുമ്പോൾ, അടുത്തൊരു ഭാഗം യോശുവയും കാലേബും പറയുന്നു, ഇല്ല, അത് നമുക്ക് തരും. ഇവർ സകലരും യോശുവയ്ക്കും കാലേബിനെതിരെ തിരിഞ്ഞു. പക്ഷേ അവിടെ തിരുവെഴുത്തിൽ മനോഹരമായി നമ്മൾ വായിക്കുമ്പോൾ ഇത് എഴുതിയിരിക്കുന്ന വിഷയം സംഖ്യാപുസ്തകം 14:24 അവിടെ എഴുതിയിരിക്കുന്നു, യോശുവയും കാലേബും വേറെ ഒരാത്മാവുള്ളവരാണ്. വേറെ ഒരു ആത്മാവെന്ന് എഴുതിക്കുന്നത് വേറെ ഒരു സ്പിരിറ്റ് ഉള്ളവരാണ്. ഏത് സ്പിരിറ്റാണ്? ദൈവാത്മാവാണ്. പുനരുത്ഥാനത്തിൻ്റെ ആത്മാവുള്ളവനെ ഇത്രയും ജനക്കൂട്ടത്തിനിടയിൽ റീഡയറക്റ്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, നല്ല ആരോഗ്യം അന്നത്തെ പോലെ പടവെട്ടാനും യുദ്ധം ചെയ്യാനും ഇന്നും എനിക്കുണ്ട്. മോശ പോയി, അന്നുള്ള സകല ജനവും പോയി, കനാൻ നാട്ടിനകത്ത് നിന്ന് യോശുവ പറയുകയാണ്, ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. ഞാൻ പറയട്ടെ, ഈ വാക്യത്തിൻ്റെ അവസാനം നമ്മൾ റോമർക്കെഴുതിയ ലേഖനം 8:11 വായിച്ചപ്പോൾ അതിൻ്റെ അവസാന ഒരു വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ മർത്യ ശരീരം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ചിന്തയിൽ വരുന്നത് മരിച്ച് പോയ നമ്മളെ വീണ്ടും ഉയർപ്പിക്കുന്നോ? അതിന് ഇംഗ്ലീഷ് എഴുതിക്കുന്ന ഈ മോർട്ടൽ ബോഡീസ് എന്ന്. ബോഡി എന്ന് പറയുന്നത് ശരീരമെന്നാണ്, പ്ലൂറലാണ്, സിംഗിളാണ്. ബോഡീസ് എന്ന് പറയുമ്പോൾ അത് പ്ലൂറലാണ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബോഡീസ് മർത്യ ശരീരം എന്നല്ല പറഞ്ഞാൽ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കുമെന്നാണ്. എന്താണ് ഈ മർത്യ ശരീരങ്ങൾ? ഈ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലെ ഒരു ഭാഗത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, തേറ്റോസ് എന്നാണ് ആ വാക്കിൻ്റെ ഹീബ്രു അർത്ഥം. സബ്ജക്റ്റ് ദാറ്റ് മാറ്റർ ടു ദ ഡെത്ത് എന്നാണ്. നിങ്ങളെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നതായ കാരണങ്ങൾ, മരണത്തിലേക്ക് നിങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്നതായ വിഷയങ്ങൾ, അത് രോഗമാകട്ടെ, അത് ഡെസ്പാകട്ടെ, ഡിപ്രഷനാകട്ടെ, നിങ്ങളുടെ ലൈഫിനകത്തുള്ള എന്തുമാകട്ടെ, മരണത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒന്നാണോ അത് നിങ്ങളുടെ ജീവിതത്തിൽ ക്യാൻസലായി നിങ്ങൾ റിസറക്റ്റിംഗ് പവറിലേക്ക് ഉയർക്കും എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. അല്ലാതെ മർത്യശരീരങ്ങളെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കത്തില്ലെന്നല്ല. നമ്മുടെ ശരീരത്തിനകത്തുള്ള മരണകരമായ സ്വഭാവങ്ങളെ മുഴുവനും റീഡയറക്റ്റാക്കി തിരിച്ച് ജീവൻ്റെ സ്വഭാവങ്ങളാക്കി മാറ്റാൻ ഈ അകത്ത് വസിക്കുന്ന പുനരുദ്ധാനത്തിൻ്റെ ശക്തിയുള്ള ആത്മാവിന് സാധിക്കും എന്നാണ് ആ സുവിശേഷം കോതുന്ന വാക്യത്തിനർത്ഥം. സുവിശേഷം എന്ന് പറയാൻ നിങ്ങൾ കേട്ടതല്ല, സുവിശേഷം എന്ന് പറഞ്ഞാൽ ഈ വാക്യമാണ്. ഞാൻ വേദപുസ്തകത്തിനകത്ത് തലങ്ങും വിലങ്ങും പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സുവിശേഷം എന്ന് പറയുന്നത് യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരും എന്നൊക്കെ പഠിപ്പിക്കുന്നതല്ല സുവിശേഷം. അതൊക്കെ ഫേക്കാണ്. സുവിശേഷം എന്ന് പറയുന്നത് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും എന്നതാണ് സുവിശേഷം. ആ സുവിശേഷത്തെ നിങ്ങൾ എല്ലാ ദിവസവും കൺഫസ് ചെയ്താൽ, എല്ലാ മണിക്കൂർ നിങ്ങൾ കൺഫസ് ചെയ്തുകൊണ്ടിരുന്നാൽ, ഈ വാക്യം കൺഫസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാത്രമേ തന്നെ നിങ്ങളുടെ മരണ സ്വഭാവങ്ങൾ, മരണപരമായ അന്തരീക്ഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറിപ്പോകും. ഇതാണ് സുവിശേഷം. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ സകല അപ്പോസ്തലന്മാരും സുവിശേഷീകരിച്ചു കൊണ്ടിരുന്നത്. ഞാൻ അടുത്തൊരു ലൈവിൽ വരുമ്പോൾ ഇമിറ്റേഷൻ ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നൊരു വിഷയം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരു ദിവസം കൊണ്ട് ഒരാൾക്ക് നീന്തൽ പഠിക്കാൻ കഴിയത്തില്ല.
ഒരു കൺഫെഷൻ ഒരു ദിവസം പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും മാറണമെന്നില്ല. കൺഫെഷൻ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത്ഭുതങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. വീര്യപ്രവൃത്തികൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ എന്നെ വളരെ സുപരിചിതമായിരിക്കത്തില്ല, പക്ഷേ ഈ തിരുവെഴുത്തുകൾ നിങ്ങൾ സുപരിചിതമാണ്. ഇത് കൺഫസ് ചെയ്യാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആരിൽ കൂടെയാണ് നിങ്ങളോട് പറയുന്നത്, അത് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇമിറ്റേഷൻ ഇൻ ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന് ഇമിറ്റേഷൻ ചെയ്ത് യേശുവിനെ പോലെയായ ഒരു ശിഷ്യനെക്കുറിച്ച് ഞാൻ വ്യക്തമായി നിങ്ങളുമായി ഷെയർ ചെയ്യാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആരും നിങ്ങളെ വഞ്ചിക്കാനോ തിരുവെഴുത്തുകളിൽ നിങ്ങളെ നശിപ്പിക്കാനോ യേശുക്രിസ്തു എന്ന പേര് പറഞ്ഞ് മതത്തിലേക്ക് കൊണ്ടുപോകാനോ അനുവദിക്കരുത്. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആരും നമ്മൾക്കെതിരെ നിൽക്കുകയില്ല. സകലതും നമുക്ക് കീഴടങ്ങും. കാരണം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനും ആയ ക്രിസ്തു, ആ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ക്രിസ്തുവിൻ്റെ വായ് കൊണ്ട് നിങ്ങൾ പറയുന്നത് പോലാണ് നിങ്ങളുടെ ഓരോ വാക്കുകളും. നിങ്ങൾ പറയുന്നത് സംഭവിക്കും. പറയുന്നത് ഒരു ക്രിയേറ്റാവും, ഉരുവാകും. അതുകൊണ്ട് പറയുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ചു വേണം എന്ന് ഈ അവസരത്തിൽ ഓർപ്പിക്കും. കർത്താവ് നമ്മളെ ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ.